നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എടുത്തു പറയാനുള്ളത് മറ്റൊന്നുമല്ല, മാനുഷിക പരിഗണന. അതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും മുഴച്ചു നിന്നത്. മാനുഷിക പരിഗണന എടുത്ത് വിതറിയ എപ്പിസോഡായിരുന്നു ഇന്ന്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേർക്ക് ഒരേ സമയം ഗോയിങ് ഓൺ ആയ ഒരു എപ്പിസോഡും കൂടിയായിരുന്നു. അതായത് ഗോയിങ് ഓൺ നിർത്താതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു. നമ്മുടെ ഗബ്രി, നമ്മുടെ നിത്യ ഖരിത നായകനായ ഗബ്രിക്ക്, നമ്മുടെ കാമുകൻ, നമ്മുടെ എല്ലാമായ ഗബ്രി ഇക്കയ്ക്ക് വയറ്റിളക്കമായിരുന്നുവെങ്കിൽ മറ്റുള്ളവൾക്ക് വേറൊന്നും അറിയത്തില്ല, മെൻസസ് ആയിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ഗോയിങ് ഓൺ ആയിരുന്നു. അത് തടയാൻ ഒരു മാർഗമില്ലാതിരുന്നു. അതുകൊണ്ട് ഡെൻ റൂമിൽ അകപ്പെട്ട രണ്ട് കമിതാക്കളുടെ രണ്ട് ലവ് ബേർഡ്സിന്റെ രോദനമാണ് നമുക്കിന്ന് കാണുവാനായി സാധിച്ചത്. അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ മാനുഷിക പരിഗണന. നമ്മുടെ ഗബ്രി ഇന്ന് ഘോരഘോരം വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാനുഷിക പരിഗണന ഇല്ലേ? എനിക്ക് ഗോയിങ് ഓൺ ആണ്, എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, എന്റെ വയറിന് അസുഖമുണ്ട്, ഞാനിവിടെ തൂറി മെഴുകും എന്ന് വിളിച്ചു പറയുന്നുണ്ട്. എത്ര വിളിച്ചു പറഞ്ഞിട്ടും ആരും മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ തന്റെ പ്രാണനാഥ നമ്മുടെ ആരാണ്, നമ്മുടെ ജാഫർ പറയുന്നുണ്ട്, എനിക്ക് മെൻസസ് ആയി എന്നുള്ളത്. തന്റെ കാമുകൻ പറയുന്നത് ആരും വകവയ്ക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ കാമുകി അടുത്ത ഡ്രാമ ഇറക്കി, എനിക്ക് മെൻസസ് ആണ്, എനിക്കും തടയാനൊന്നുമില്ല എന്ന് ആര് പറയുന്നു. അതായത് ഒരു ഉമൺ കാർഡ് ഇറക്കുകയാണ് അവിടെ. അവൾക്ക് അങ്ങനെ ഒരു ഗുരുവും ഇല്ലായിരുന്നു എന്ന് പിന്നെ നമുക്ക് മനസ്സിലായി. അപ്പോ അങ്ങനെയുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് കടന്നുപോയത്. അതായത് പവർ റൂമിനെ എങ്ങനെ ഉപയോഗിക്കാം, പവർ റൂമിന്റെ പവർ എന്താണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോലും കാണിച്ചു കൊടുത്ത ഒരു എപ്പിസോഡായിരുന്നു ഇത്. നമ്മുടെ സിബിന്റെ ബുദ്ധിയിലും ഉദിച്ചതായിരുന്നു എന്നാണ് നമുക്ക് പിന്നെ അറിയാൻ കഴിച്ചത്. ജിൻഡോ ആയിരുന്നില്ല, ശിവനായിരുന്നു ആ ബുദ്ധി കൊണ്ടുവന്നത്. നമുക്ക് നമ്മുടെ പവർ ഉപയോഗിച്ച് ഇവരുടെ റൂമുകൾ പൂട്ടിയിടാൻ പറ്റുമോ എന്ന് ഒരു പരീക്ഷണം നടത്തി. ബിഗ് ബോസ് അവർക്ക് കൂട്ടുനിന്നു. അവസാനം നമ്മുടെ കഥാനായകയും ഉൾപ്പെടെ ഡൺ റൂം മൊത്തം പൂട്ടിയിട്ടു. പുറത്തിറങ്ങാൻ പറ്റാതെ നാണം കെട്ട് പരിഭ്രാന്തയായി കാണിച്ച കുറെ കാര്യങ്ങൾ നടന്നു അവിടെ. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു നഗ്ന സത്യം നമ്മുടെ കഥാനായികയായ നമ്മുടെ ജാസ്മിൻ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടപ്പോൾ വീട്ടിൽ പൂട്ടിയിട്ടതാണ് എനിക്ക് ഓർമ്മ വന്നത് എന്ന് ജാസ്മിൻ അവിടെ വിളിച്ചു പറയുന്നുണ്ട്. എന്റെ മെന്റൽ ഡ്രോമ എനിക്ക് തിരിച്ചു വരുന്നു എന്ന് നമ്മുടെ കഥാനായിക അവിടെ പറയുന്നുണ്ട്. മനസ്സിലായോ? ഇവൾക്ക് മെന്റലാണ്. മുമ്പ് എന്ത് മെന്റലാണെന്ന് അറിഞ്ഞൂടെ, എന്ത് മൂത്ത് ഭ്രാന്തായതെന്നും എനിക്കറിയില്ല. എന്തോ മൂത്ത് ഭ്രാന്തായി വീട്ടുകാർ മുമ്പ് അവളെ അടച്ചിട്ടിരുന്നു, റൂമിൽ പൂട്ടിയിട്ടിരുന്നു. അതെനിക്കിപ്പോ ഓർമ്മ വരുന്നു എന്ന് തമാശ മട്ടിലാണെങ്കിലും നമ്മുടെ കഥാനായക വിളിച്ചു പറയുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം. ഇത് ചെറിയ അസുഖമൊന്നുമല്ല, ഇതിന് നല്ല മരുന്നുമുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കിവിടെ പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് പറയുന്നില്ല. അപ്പോ ഇതായിരുന്നു നടന്നത്. ജിൻഡോ എന്ത് ചെയ്തു, വന്നിട്ട് നമ്മുടെ ബിഗ് ബോസിനോട് നമ്മുടെ ദണ്ട് പിടിച്ചുകൊണ്ട് അത് പൂട്ടിയിടാൻ പറയുന്നു. ബിഗ് ബോസ് ഡെൻ റൂം പൂട്ടിയിടുന്നു. അതിനെ തുടർന്നുണ്ടായ കുറെ സംഭവങ്ങൾ നടക്കുന്നു. അവസാനം ഈ പറയുന്ന ഗബ്രിയുടെയും നമ്മുടെ പിന്നീട് ജാഫറിന്റെയും ബുദ്ധിപരമായ നീക്കത്തിൽ ഗോയിങ് ഓൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ നിവർത്തിയില്ലാതെ ഡെൻ റൂം ഇവര് ഓപ്പൺ ആക്കി കൊടുത്തു. അതിന്റെ ഒരാവശ്യവുമില്ലായിരുന്നു. അവിടെ ഇരുന്ന് പുഴുക്കട്ടെ എന്ന് കരുതാനുള്ളതായിരുന്നു. അവിടെ ഇവർക്കൊരു വീഴ്ച പറ്റി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ പറയുന്ന ഡെൻ റൂമിൽ നിന്നുകൊണ്ട് ഗബ്രി വിളിച്ചു കൂട്ടിയ അപരാധങ്ങൾ, അതായത് ഉളുപ്പുണ്ടെങ്കിൽ വാട ക്യാപ്റ്റ, ഈ പറയുന്ന ജിൻഡോ പറഞ്ഞ അപരാധങ്ങൾ. ജിൻഡോ എന്ത് പറഞ്ഞു, നീ വന്ന് കുനിഞ്ഞു നിൽക്കടാ എന്ന് വരെ പറഞ്ഞിട്ട് പോലും അവനെ കൊണ്ടൊരു സോറി പോലും പറയിപ്പിക്കാൻ ഈ പവർ ടീം എന്ന് പറയുന്ന കൊട്ടിഘോഷിക്കുന്നവർക്ക് നട്ടല്ലില്ലാതായിപ്പോയി, ചങ്കുറപ്പില്ലാതായിപ്പോയി എന്ന് മാത്രമേ എനിക്കിതിൽ പറയുവാനുള്ളൂ. പിന്നെ എടുത്തു പറയാനുള്ളത്, ഇന്ന് മെലോ ഡ്രാമ എന്ന് പറയുന്ന സംഭവത്തിന്റെ ടാസ്ക് അതായിരുന്നു. അതിനകത്ത് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ഉണ്ടത് മറ്റാരുമല്ല, ശ്രീരേഖയാണ്. സൂപ്പർ ആയിരുന്നു. ഏത് ഒരു കലാപരമായ ടാസ്ക് തന്നാലും അവിടെ
തന്റെ കഴിവ് പുറത്തെടുക്കുന്ന ഒരു കലാകാരിയാണ് ശ്രീരേഖ. തന്റെ ആദ്യ സിനിമയിൽ തന്നെ അവാർഡുകൾ കരസ്ഥമാക്കിയ ശ്രീരേഖ ചുമ്മാതൊന്നും അല്ല എനിക്ക് അവാർഡ് തന്നത് എന്ന് തെളിയിക്കുന്ന നമ്മൾ പലവട്ടം കണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഗബ്രിക്കുട്ടനായിട്ട് അഭിനയിച്ച ശ്രീരേഖയുടെ പെർഫോമൻസ് ക്ലാപ്പിന് അർഹയാക്കുന്നവളെ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ഡൂപ്പറായിരുന്നു. സൂപ്പറായിട്ട് ആ പറയുന്ന എന്താണ് നമ്മുടെ ഗബ്രിയുടെ എന്ത് ചെയ്തു ക്യാരക്ടർ അവള് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഗബ്രി പോലും അറിയാതെ ഗബ്രിക്കിട്ടൊരു പണി ആര് തന്നെ കൊടുക്കുന്നുണ്ട്? ഈ ജാസ്മിൻ തന്നെ കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ തന്നെ അവിടെ പറയുന്നുണ്ട്, ഞാൻ ഗബ്രിയുടെ റോള് ജാസ്മിന്റെ റോള് ഞാൻ തന്നെ അഭിനയിക്കാം, എന്റെ റോള് ഞാൻ തന്നെ അഭിനയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയുടെ റോൾ ഇവിടെ അഭിനയിക്കുന്നത് ശ്രീരേഖയാണ്. എന്നിട്ട് ഗബ്രിയെ ഒരു പെണ്ണാളനായി കണക്കാക്കിക്കൊണ്ട് എന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരാളായി കണ്ടത് അത് ജാസ്മിൻ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായി? എന്തിനും ഈ പറയുന്ന പിന്നെ ജാസ്മിന്റെ ബാക്കിൽ ജാസ്മിന്റെ നിഴലായി നടക്കുന്ന, ജാസ്മിൻ ഇല്ലെങ്കിൽ ഗബ്രി ഇല്ല എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു വഷളനായ ഒരു പേടിത്തൊണ്ടനായ ഒരാളായിട്ടാണ് ജാസ്മിൻ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ മന്ദനായ മന്ദബുദ്ധിക്ക് അത് മനസ്സിലാവുന്നില്ല. പ്രേക്ഷകരുടെ മനസ്സിലേക്ക്, പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഈ ഒരു പിക്ചർ ജാസ്മിൻ തന്നെ കൊടുക്കുന്നുണ്ട്. യവൻ എന്റെ നിഴലാണ്, യവൻ എന്റെ വാലാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അത് പാവം മണ്ടനായ നമ്മുടെ നിത്യഹരിത നായകന് മനസ്സിലാകുന്നില്ല. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞ ഈ പറയുന്ന മെലോ ഡ്രാമയിൽ സൂപ്പറായിട്ട് കളിച്ച ഒരിക്കൽ പറയുന്ന ശ്രീലേഖയാണ്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഇതുവരെക്കായിട്ടും മരവാഴ പോലെ നിന്ന ഒരു കണ്ടന്റും തരാതെ എവിടെയെങ്കിലും ഒരു സൈഡിൽ നോക്കിയിരുന്ന് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയുണ്ട് ഇവിടെ. ഫാൻസ് ആണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ അവന്റെ ബാക്കിലെ പറക്കുകയാണ്. എന്ത് കണ്ടെന്ന് പറഞ്ഞാൽ ഈ 8 അടി പൊക്കം കണ്ട് മാത്രമായിരിക്കും പറക്കുന്നത്. എന്നെ കൊണ്ടൊരു ലൈൻ അടിക്കാൻ പറഞ്ഞാൽ അതിന് പോലും കഴിയാത്ത, മനസ്സിലായോ? ഒരു പ്രണയം പൂത്തുലയ്ക്കാനും പോലും കഴിയാത്ത, അവിടെ ഇവിടെ ഇരുന്ന് കിണിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന നമ്മുടെ അർജുൻ തോട്ട ഇന്ന് നല്ല രീതിയിൽ ജാൻമണിയെ അനുകരിച്ചു കാണിച്ചു. ഈ എപ്പിസോഡ് തുടങ്ങി ഇതുവരെ ഇപ്പൊ 37 ദിവസമായിട്ടുണ്ട്. ഈ 37 ദിവസങ്ങളിൽ ഈ പറയുന്ന അർജുന്റെ വക ഒരു കണ്ടന്റ് കണ്ട് ഞാൻ ഇത്തിരി ആസ്വദിച്ചെങ്കിൽ ഈ ഒരു സംഭവം മാത്രമായിരുന്നു. അതായത് ജാൻമണിയെ അനുകരിച്ച രീതി, നല്ല രീതിയിൽ, നല്ല ചിരിപ്പിക്കുന്ന രീതിയിൽ അവൻ അനുകരിച്ച് നല്ല രീതിയിൽ അവൻ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന് മാത്രം ഞാൻ എന്ത് ചെയ്യാം, ഒരു ക്ലാപ്പ് കൊടുക്കുന്നു. ഇതുവരെ ഇങ്ങനെയെങ്കിലും നീ ഒരു ചെറിയ ഒരു കുഞ്ഞു ഉമ്പടി കണ്ടന്റെങ്കിലും നീ തന്നല്ലോ അണ്ണാ. പാടയായിട്ടിരുന്നിട്ട് നമുക്കൊരു ഗുണവുമില്ലേ? നമുക്കെന്തെങ്കിലും കണ്ടന്റ് എന്നാലും എന്തെങ്കിലും എന്നെ കുറിച്ച് 4 വാക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് ഇന്ന് തന്നതുകൊണ്ട് നിന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. മനസ്സിലായോ? പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ജാസ്മിന്റെ റോൾ എടുത്ത് അഭിനയിച്ച നമ്മുടെ ആരാണ്, നന്ദന. തീരെ തെറ്റില്ലാതെ നന്ദനയും ജയദീപും അഭിഷേക് ജയദേവും കൂടി ചേർന്ന് നടത്തിയ ആ ഒരു സംഭവം എന്താണ്, ആ ഒരു സ്കിറ്റ് നല്ലതായിരുന്നു. അവിടെ ജാസ്മിന് പിടിക്കുന്നില്ല, ജാസ്മിന്റെ മുഖഭാവങ്ങളൊക്കെ മാറുന്നു, ചെറഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി നമ്മുടെ പ്രാണനാഥൻ നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ തടവി ഇറക്കുന്ന നമ്മുടെ ആരെ കാണാൻ സാധിക്കും, നമ്മുടെ ഗബ്രിയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗബ്രിയൊക്കെ ഇങ്ങനെ തടവി ഇറക്കുന്നുണ്ട്. അപ്പോ ജാസ്മിൻ തന്നെ ഇന്നൊരു കോൺവെർസേഷനിൽ ആരെടുത്തോ ആയിക്കോട്ടെ, പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി ആര് പറഞ്ഞാലും നമുക്കൊരു മൈൻഡും ഇല്ല, നമ്മളെന്താണ് ഇനി പൂണ്ട വിളയാടും എന്ന് തന്നെ ജാസ്മിൻ വിളംബരം ചെയ്തിട്ടുണ്ട്. പിന്നെ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇനി നമുക്ക് പലതും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അഫ്സലിന്റെ കേസ് പറയുന്നത്, അഫ്സലിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഈ അഫ്സലിന്റെ സ്റ്റോറിക്ക് താഴെ വന്ന് കമന്നിടുന്ന കുറെ തെണ്ടി അലവലാദികൾ, മനസ്സിലായോ, തന്തയില്ലാത്തവന്മാർ, അവന്മാരൊക്കെ ഇതുപോലെ ഒരു പെണ്ണിനെ ഇരിക്കുമ്പോൾ മറ്റൊരു പെണ്ണിനെ വളയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിന്റെ അടുത്ത് പോകുകയോ അല്ലെങ്കിൽ മറ്റൊരു പയ്യന്റെ അടുത്തോ പോയവരെ ആരെങ്കിലും ആയിരിക്കും. അല്ലാതെ ഒരിക്കലും ഒന്ന് ന്യായീകരിക്കില്ല. ഓരോരുത്തവരെ പറഞ്ഞ് നീ എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യാത്ത, കുറച്ചുകൂടി നിനക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ലേ എന്നാണ് ഓരോരുത്തന്മാരെ വളരെ കമന്റ്. നമിച്ച് അതായത് അഫ്സൽ ഇനിയും വെയിറ്റ് ചെയ്യണം. ഇത്രയും കാലം എന്തിനു വെയിറ്റ് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു രണ്ടാമത് നമ്മുടെ മുടിയൻ പറഞ്ഞ പോലെ 2-3 ദിവസം ഞാനായിരുന്നെങ്കിൽ 3 ദിവസത്തിനകത്ത് നിന്നെ കളഞ്ഞിട്ട് പോകുമായിരുന്നു. അതാണ് യഥാർത്ഥം പറഞ്ഞ പയ്യന്മാരല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചവർ ചെയ്യുന്നത്. അവൻ ഇത്രയും കാലം ക്ഷമിച്ചു. ഇന്നലെ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് എനിക്ക് പ്രണയം തുളുമ്പി നിൽക്കുന്നു,
ഞാനായിട്ട് അതിനെ അടക്കി പിടിച്ച് അമർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതിനപ്പുറവും ഇനിയും വെയിറ്റ് ചെയ്യാൻ പറയുന്ന കുറെ പറനാറികൾ. പിന്നെ എനിക്ക് അമ്മമാരൊക്കെ അങ്ങനെ വിളിക്കാനേ പറ്റുള്ളൂ. അവന്മാരുണ്ട്, മനസ്സിലായോ? അവന്മാരെ കിട്ടുന്ന ഒരു മറുപടിയാണ് എന്നത്. പോയി ചത്തൂടെടാ, പോയൊക്കെ ചായ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഫസ്റ്റിൽ കാണിച്ചത്. വേറെ വലുതായിട്ടൊന്നും കാണിച്ചതായിട്ട് എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും ഇന്ന് രണ്ടുപേർക്കും ഒരേ സമയത്ത് അസുഖങ്ങൾ വരുന്നു. ആ അസുഖത്തിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ, പക്ഷേ ഒരു കാര്യമുണ്ട്, ആ അസുഖത്തിന്റെ പേരിൽ രണ്ടുപേരും അവരുടെ എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നിരിക്കുന്നു. അവർ പൂണ്ട് വിളയാടാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.